രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ നാരായണീയൻ ക്ലാസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാരായണീയം 7ാമത്തെ ദശകം തുടങ്ങുകയാണ്. 1ാമത്തെ ശ്ലോകമാണ്, 66ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം, കൃഷ്ണന്റെ ഹ്ലാദിനി ശക്തിയും കാമുകിയുമായ രാധയുടെ ജീവിതകഥ, ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും മരണത്തെക്കുറിച്ച് കീറി മുറിച്ച് പരിശോധിച്ചിട്ടുള്ള ഒറ്റ പുസ്തകമേ ഉള്ളൂ, കഠോപനിഷത്ത്. അതിൻ്റെ ക്ലാസ്സാണ്. വ്യാഴാഴ്ച രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഒന്നിച്ചു കിട്ടുന്ന അഷ്ടപതിയുടെ ക്ലാസ്സാണ്. അത് കേൾക്കുക. ദിവസം ഒരു ശ്ലോകമെങ്കിലും വെച്ച് അർത്ഥമറിഞ്ഞ് വീട്ടിൽ ചൊല്ലുക. വെള്ളിയാഴ്ച മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ബുദ്ധൻ്റെ ധമ്മപദമാണ്, കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഉണ്ട്. അതല്ല എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ വരാം. ഞാൻ കൊല്ലത്താണ്. ഹോസ്റ്റൽ സൗകര്യം ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഉണ്ട്. എൻ്റെ കോഴ്സ് ഇതാണ്, 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ജ്യോതിഷമാണെങ്കിൽ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എൻ്റെ നമ്പർ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീത നിങ്ങൾക്ക് കിട്ടും. അത് കേൾക്കണം. അമ്പലങ്ങളെക്കുറിച്ച് ടെമ്പിൾസ് എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു പ്ലേലിസ്റ്റിൽ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് കൊടുത്തിട്ടുണ്ട്. കൃഷ്ണന്റെ അവതാരമായ ബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ കൊടുത്തിട്ടുണ്ട്. ഭക്തമീരയുടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യധികം അറിവ് കിട്ടുന്ന നിരവധി ഷോർട്ട് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് രാധികാ കവചൻ 2 ഉണ്ട്. അത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികളുള്ളതും വരികളില്ലാത്തതുമുണ്ട്. അത് കേൾക്കണം. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്, നിശ്ചയമായും കേൾക്കണം. ലിങ്ക് ആവശ്യമുള്ളവർ 9645333999 എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ലിങ്ക് തരുന്നതാണ്. ഇന്നത്തത് നമ്മുടേത് പാടുന്നത് അതെനിക്ക് നമുക്ക് ഇഷ്ടം പോലെ ഷോർട്ട് വീഡിയോ ഉണ്ട്, നിങ്ങളത് കേൾക്കണം. നമ്മുടെ തന്നെ കൃഷ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമേതെന്ന് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ 3 ലക്ഷത്തിൽ പരം ആൾക്കാരത് കണ്ടു കഴിഞ്ഞു. നിങ്ങളും അത് കാണുക. അപ്പോൾ ഇനി നമുക്ക് ഇത് പാടിത്തരുന്നത് പതിവ് പോലെ കൃഷ്ണഭക്തിയിൽ ആറാടി നിൽക്കുന്ന, ശ്രീകൃഷ്ണ ഭക്തിയിൽ ആറാടി നിൽക്കുന്ന സാക്ഷാൽ കൃഷ്ണശ്രീയാണ്. കൃഷ്ണശ്രീ ഗുരുവായൂരപ്പന് സംഗീതാർച്ചന വരെ നടത്താൻ പോവുകയാണ്. അത്രയ്ക്ക് കഠിനയായ ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ്. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാം കൃഷ്ണശ്രീയുടെ ക്വാളിറ്റി. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങും. ആൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് അല്ലേ സാറേ, ജനം TV പാടൂ നീടൂ വിന്നർ അല്ലേ സാറേ, ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസിന്റെ സെമി ഫൈനലിസ്റ്റ് അല്ലേ സാറേ, ഫ്ലവേഴ്സ് TV മ്യൂസിക്കൽ വൈഫ് റണ്ണർ അപ്പ് അല്ലേ, പ്ലേ ബാക്ക് സിംഗറും റെക്കോർഡിംഗ് ആർട്ടിസ്റ്റും സ്റ്റേജ് പെർഫോമറും ടീച്ചറും വോക്കൽ ട്രെയിനറും ഒക്കെ അല്ലേ സാറേ, സാറ് പറയേണ്ടത് ഞങ്ങൾക്കറിയാം എന്നായിരിക്കും നിങ്ങൾ പറഞ്ഞു തരുന്നത്. എന്തായാലും എനിക്ക് കൃഷ്ണശ്രീയുടെ ഗുരുവായൂരപ്പ ഭക്തി ഇഷ്ടപ്പെട്ടു. ഗുരുവായൂരപ്പന് സംഗീതം കൊണ്ട് അർച്ചന നടത്താൻ പോകുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുമ്മാതല്ല, ലണ്ടനിൽ നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ ഉള്ള കുട്ടികൾ ഓൺലൈനായിട്ട് കൃഷ്ണശ്രീയുടെ അടുത്ത് പഠിക്കാനായി വരുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾ റിയാലിറ്റി ഷോയ്ക്കൊക്കെ നിങ്ങളുടെ മക്കളെ തയ്യാറാക്കുന്നതെങ്കിൽ കൃഷ്ണശ്രീയുടെ അടുക്കൽ പോവുക. കൃഷ്ണശ്രീയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ കഠിന 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 ഭക്തയായ കൃഷ്ണശ്രീക്ക് എല്ലാ ആശംസകളും. ഇപ്പം സംഗീതത്തിൽ റിസർച്ച് നടത്തുകയാണ് കൃഷ്ണശ്രീ. ആ കൃഷ്ണശ്രീ ഭയങ്കര തിരക്കാണ് കൃഷ്ണശ്രീക്ക്. അപ്പം ഞാൻ ഇപ്രാവശ്യം പറഞ്ഞതാണ് കൃഷ്ണശ്രീ വേണ്ട, ഈ 7ാം ദശകം ഞാൻ ആരെങ്കിലും കൊണ്ട് പാടിച്ചോളാം, കാരണം കൃഷ്ണശ്രീയുടെ തിരക്ക് എനിക്കറിയാം. പക്ഷേ കൃഷ്ണശ്രീ പറഞ്ഞു ഇല്ല സാറേ, 7ാം ദശകം ഞാൻ പാടിത്തരാം സാറേ. അത്രയ്ക്ക് കഠിനയായ ഗുരുവായൂരപ്പ ഭക്തയാണ്. ആ ഗുരുവായൂരപ്പ ഭക്തയായ കൃഷ്ണശ്രീക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ കൃഷ്ണശ്രീ അതിമനോഹരമായി ഇത് പാടുന്നു, കേട്ടോളൂ. एवं देव चतुर्दशात्मकजगद्रूपेण जातः पुनस्तस्योर्ध्वं खलु सत्यलोकनिलये जातोऽसि धाता स्वयं यं शंसन्ति हिरण्यगर्भमखिल त्रैलोक्यजीवात्मकं यो भूत् स्फीतरजो विकारविकसन् नानासि सृक्षारः सः. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അത് മനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. ഇനി കേട്ടുള്ളൂ. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതാ പുനഃ തസ്യോർദ്ധം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യോ അഭൂത് സ്ഫീതരജോ വികാര വികസന്നാനാസി സൃക്ഷാരസ. ഏവം അർത്ഥം എഴുതിക്കോ ഇപ്രകാരം. ചതുർദശാത്മക അർത്ഥം 14 ലോകങ്ങളുള്ള. ചതുർദശാത്മക അർത്ഥം 14 ലോകങ്ങൾ ഉള്ള. ജഗദ്രൂപേണ അർത്ഥം ലോകത്തിൻ്റെ രൂപത്തിൽ. ജഗദ്രൂപേണ ലോകത്തിൻ്റെ രൂപത്തിൽ. ജാത ജാത ജനിച്ച. അടുത്തത് പുനസ്തസ്യോർദ്ധം
പിരിച്ചെഴുതിയാൽ പുന അധികം തസ്യ അധികം ഊർധ്വം, അർത്ഥം പിന്നെ അതിനു മുകളിൽ, പിന്നെ അതിനു മുകളിൽ, ഖലു തീർച്ചയായും, സത്യലോക നിലയെ സത്യലോകത്തിൽ, ജാതോ അസി ജനിച്ചു, ജാതോ അസി അങ്ങ് ജനിച്ചു, ധാത ധാത അർത്ഥം ബ്രഹ്മാവ്, യം ഏതൊരുവനെ, ശംസന്ധി പ്രശംസിക്കുന്നു, ഹിരണ്യഗർഭം 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 എന്ന് പറയുമ്പം ബ്രഹ്മാവ്, വിഷ്ണു, സൂക്ഷ്മരൂപത്തിലുള്ള ആത്മാവ്, അതിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? നമ്മൾ ഹിരണ്യഗർഭൻ എന്ന പേര് വിളിക്കുന്നത്. അത് ആ ഭാഗം വരുമ്പോൾ ഞാൻ നല്ലവണ്ണം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബ്രഹ്മാവ് എന്നർത്ഥമുണ്ട്, വിഷ്ണു എന്നർത്ഥമുണ്ട്, പിന്നെ സൂക്ഷ്മ രൂപത്തിലുള്ള ആത്മരൂപം എന്നർത്ഥമുണ്ട്. അടുത്തത് അഖിലം എല്ലാം, ത്രൈലോക്യം 3 ലോകങ്ങളുടെയും എന്നാണ് അർത്ഥം. ജീവാത്മകം അർത്ഥം രൂപത്തിൽ, അഭൂത് ജനിച്ചു എന്ന് വെച്ചാൽ ഭവിച്ചു എന്ന് പറഞ്ഞാൽ ഉണ്ടായി എന്നർത്ഥം. അപ്പൊ അഭൂത് ഉണ്ടായി, സ്പീത അർത്ഥം വർദ്ധിച്ച, വികസൻ വികസിച്ചിട്ട്, രജോ വികാര അർത്ഥം രജോ വികാരം, നാന അർത്ഥം പല വിധത്തിലുള്ള, സിസൃക്ഷ കണ്ട അതായത് സിസൃക്ഷാരസ അർത്ഥം സൃഷ്ടി നടത്തുന്നതിന് ആഗ്രഹമുള്ളവനായി, സൃഷ്ടി നടത്തുന്നതിന് ആഗ്രഹം ഉള്ളവനായി. അപ്പൊ എന്താ ഇതിൻ്റെ അർത്ഥം? പറയുകയാണ്, അല്ലയോ ദേവനായ ഗുരുവായൂരപ്പ, 14 ലോകങ്ങളുമുള്ള ജഗത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജന്മമെടുത്തു. എന്നിട്ട് സ്വന്തം വിരാട് ആ രൂപത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു ലോകം സൃഷ്ടിച്ചു. അതാണ് സത്യലോകം. അപ്പം ദേവനായ സാക്ഷാൽ ഗുരുവായൂരപ്പൻ 14 ലോകങ്ങളെയും തൻ്റെ ദേഹത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു രൂപം സ്വീകരിച്ചു. അതാണ് വിരാട് രൂപം. എന്നിട്ട് ആ വിരാട് രൂപത്തിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ശിരസ്, വിരാട് രൂപത്തിൻ്റെ മുകൾ ഭാഗത്തൊരു ലോകം സൃഷ്ടിച്ചു. അതിൻ്റെ പേരാണ് സത്യലോകം. എന്നിട്ട് ഭഗവാൻ അവിടെ സ്വയം ബ്രഹ്മാവായി ജനിച്ചു. ഹിരണ്യഗർഭനായ ഈ ദേവൻ, മനസ്സിലല്ലേ? ഹിരണ്യഗർഭനായ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമെല്ലാമായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ 3 ലോകങ്ങളുടെയും രൂപമായ വിരാട് ശരീരത്തിൻ്റെ ജീവാത്മാവായി പുകഴ്ത്തപ്പെടുന്നു. അപ്പോൾ 14 ലോകങ്ങളും സ്വന്തം ശരീരത്തിലാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു രൂപമെടുത്തു. അതിൻ്റെ പേര് വിരാട് രൂപം. വിരാട് രൂപത്തിൻ്റെ മുകൾ ഭാഗത്തൊരു ലോകം സൃഷ്ടിച്ചു. അതിൻ്റെ പേര് സത്യലോകം. അവിടെ ഭഗവാൻ ബ്രഹ്മാവായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ജനിച്ചത്. അതാണ് അദ്ദേഹം ഹിരണ്യഗർഭൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഹിരണ്യഗർഭൻ എന്ന വിരാട് രൂപത്തിൻ്റെ ഒരാത്മാവ് വേണമല്ലോ, ഒരു മൊബൈലിനൊരു സിം കാർഡ് വേണമല്ലോ. അതുപോലെ ഈ വിരാട് രൂപത്തിൻ്റെ ആത്മാവായി, ജീവാത്മാവായി ഭഗവാൻ ഗുരുവായൂരപ്പനെ വാഴ്ത്തപ്പെടുന്നു. ഈ ഹിരണ്യഗർഭൻ എന്തു ചെയ്തു? അതായത് ബ്രഹ്മാവ് രജോ ഗുണം വികസിപ്പിച്ചെടുത്തിട്ട് പല വിധത്തിലുള്ള സൃഷ്ടികൾ നടത്തി. അപ്പോൾ സത്യലോകത്ത് ഭഗവാന്റെ വിരാട് രൂപത്തിൻ്റെ ശിരസിൻ്റെ അവിടെ ഒരു ലോകം സൃഷ്ടിച്ചു, സത്യലോകം. ആ സത്യലോകത്ത് ഭഗവാൻ ബ്രഹ്മാവായി ജനിച്ചു. എന്നിട്ട് തന്നിലെ രജോ ഗുണങ്ങളെ വികസിപ്പിച്ചെടുത്തു. ആ രജോ ഗുണങ്ങളെ വികസിപ്പിച്ചെടുത്തതിന് ശേഷം ഭഗവാൻ സൃഷ്ടികർമ്മങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ പലവിധ സൃഷ്ടികൾ രൂപം കൊണ്ടു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കം. ഇനി നമുക്ക് 1ാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുന. ഏവം ഇപ്രകാരം ചതുർദശാത്മക 14 ലോകങ്ങളുള്ള ജഗദ്രൂപേണ, ജഗത്ത് ലോകം, ഈ ലോകത്തിൻ്റെ രൂപത്തിൽ ജാത ജനിച്ച
പുന പിന്നെ എന്നാണ് അർത്ഥം. പുന എന്ന് പറഞ്ഞാൽ പിന്നെ. അപ്പോൾ ഇവിടെ എന്താ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്? ശ്രീ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ, സാക്ഷാൽ രാധാവല്ലഭൻ ആരാകുന്നു? രൂപമില്ലാത്ത ബ്രഹ്മമാണെന്ന സത്യം അറിയുക. രാധാവല്ലഭന് രൂപമില്ല, ഗോപീജന വല്ലഭന് രൂപമില്ല, രുക്മിണി വല്ലഭന് രൂപമില്ല. രൂപമില്ലാത്തതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ രൂപമില്ലാത്ത ബ്രഹ്മമാണ്. ആ ബ്രഹ്മം ഈ ലോകത്തിൻ്റെ നന്മയ്ക്കും അതോടൊപ്പം തന്നെ തനിക്കൊരു സ്വയം രസിക്കാൻ ഒരു ലീല എന്ന രീതിയിലും ഈ ബ്രഹ്മം ഒരു രൂപം കൈക്കൊണ്ടപ്പോൾ 14 ലോകങ്ങളും ആ രൂപത്തിലുണ്ടായി. ആ രൂപത്തെ വിരാട് രൂപമെന്ന് പറയുന്നു. അങ്ങനെ ഭഗവാൻ ഗുരുവായൂരപ്പൻ 14 ലോകങ്ങളുമായി തൻ്റെ ശരീരത്തെ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൽ 14 ലോകങ്ങളെയും ഭഗവാൻ ഉൾക്കൊണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ 14 ലോകങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ രൂപം. ആ ഗുരുവായൂരപ്പനെ നാരായണ ഭട്ടതിരിപ്പാട് ദേവ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥമുണ്ട്. ദേവ എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വാക്കാണ്. ദേവ എന്നതിന് പല പല അർത്ഥങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ പിടികിട്ടും. ഒന്ന്, പ്രകാശമുള്ളവൻ. 2, ജ്ഞാനരൂപി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, അറിവിൻ്റെ ഇരിപ്പിടം. 3, ലീലാരസികൻ, ഓരോരോ ലീലകൾ നടത്തി രസിക്കുന്നവൻ. പിന്നെ 4-മത്തത് സൃഷ്ടികർമ്മത്തിൽ രസിക്കുന്നവൻ. അപ്പൊ ദേവ എന്ന് കവി അഭിസംബോധന ചെയ്തിരിക്കുകയാണ് അല്ലേ. തുടക്കത്തിൽ തന്നെ ഗുരുവായൂരപ്പനെ ഭട്ടതിരിപ്പാട് ദേവ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രകാശമുള്ളവനും ജ്ഞാനരൂപിയും ലീലാരസികനും സൃഷ്ടികർമ്മത്തിൽ രസിക്കുന്നവനുമായ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തൻ്റെ വിരാട് രൂപം കൈക്കൊണ്ട് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. പിടികിട്ടിയല്ലോ. അതുകൊണ്ടാണ് കവി വളരെ ബുദ്ധിപൂർവം ദേവ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം, ലീലാരസികനും ജ്ഞാനപ്രകാശരൂപിയും സൃഷ്ടി കർമ്മത്തിൽ രസിക്കുന്നവനുമായ രാധാവല്ലഭൻ ഭൂമിയിലേക്ക് തൻ്റെ വിരാട് രൂപം കൈക്കൊണ്ടു. തൻ്റെ വിരാട് രൂപം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ കൈക്കൊണ്ടു എന്നാണ് ഈ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് 2-മത്തെ വരിയിലേക്ക് വരാം. തസ്യോർത്ഥം ഖലു സത്യലോകനിലയേ ജാതോസി ധാധാ സ്വയം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? തസ്യോർദ്ധം, തസ്യ അധികം ഊർദ്ധം, അതിനു മുകളിൽ എന്നാണ് അർത്ഥം. തസ്യ അതിന്, ഊർദ്ധം മുകളിൽ, സത്യലോകനിലയെ സത്യലോകമാണ്, ജാതോസി ജനിച്ചു, ദാദ ബ്രഹ്മാവ് സ്വയം. അതായത് 2-മത്തെ വരി പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വിരാട് രൂപം കൈക്കൊണ്ടു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിരാട് മൂർത്തിയായി മാറി. ആ വിരാട് മൂർത്തിയായി മാറിയ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശിരസ്സുണ്ടല്ലോ, ആ ശിരസ് സത്യലോകമായി തീർന്നു. കാരണം ഓരോ ലോകവും ഭഗവാന്റെ ഓരോ അവയവങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സാക്ഷാൽ ഗുരുവായൂരപ്പൻ 14 ലോകങ്ങളെയും തൻ്റെ ശരീരത്തിൻ്റെ പല പല ഭാഗങ്ങളാക്കിക്കൊണ്ട്, അതാണ് കുറെ കൂടെ മെച്ചം, ഭഗവാൻ ശ്രീകൃഷ്ണൻ 14 ലോകങ്ങളെയും തൻ്റെ ശരീരത്തിൻ്റെ പലവിധ ഭാഗങ്ങളാക്കിക്കൊണ്ട് വിരാട് രൂപം കൈക്കൊള്ളുന്നു. ആ വിരാട് രൂപത്തിൻ്റെ ശിരസ്സാണ് സത്യലോകമായി മാറിയത്. ആ സത്യലോകത്തിൽ ഭഗവാൻ തന്നെ ബ്രഹ്മാവെന്ന നാമധേയത്തിൽ ജനിച്ചു. 6-മത്തെ ദശകം 3-മത്തെ ശ്ലോകത്തിൽ പ്രപഞ്ചരൂപിയായ ഭഗവാന്റെ ശിരസ്സാണ് സത്യലോകമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബ്രഹ്മാവെന്ന് പറയുന്നത് ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സകല ദേവന്മാരും ആരാണ്? ഗുരുവായൂരപ്പനാണ്. അപ്പം അതുകൊണ്ടാണ് സർവദേവ നമസ്കാരം
കേശവം പ്രതി ഗച്ഛതി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ദേവനെ നമസ്കരിച്ചാലും അത് കേശവനിൽ ചെല്ലും. ഇങ്ങനെ ഒരു ധൈര്യം ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ. മറ്റു മതങ്ങൾ പറയും ഞങ്ങളുടെ ദൈവത്തെ നോക്കണം, വേറെ ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ കുഴപ്പമാണെന്ന്. പക്ഷെ ഗുരുവായൂരപ്പൻ പറയുന്നത് നീ ഏത് ദൈവത്തെയും ആരാധിച്ചോ, നീ കർത്താവിനെ ആരാധിച്ചാലും എന്നിലാണ് വന്നു ചേരുന്നത്. നീ ഏത് ദൈവത്തെ ആരാധിച്ചാലും അത് എന്നിലാണ് വരുന്നത്, കാരണം ഞാനാണെല്ലാം. അപ്പൊ ഇതിൽ പല ഒരു സത്യമുണ്ടോ? ആലോചിച്ച് നോക്കേ. മറ്റുള്ളവർ പറയുന്നത് അങ്ങനല്ല, ഞങ്ങളുടെ ദൈവത്തെ, നമ്മുടെ ദൈവത്തെ വിട്ട് വേറൊരു ദൈവത്തിൻ്റെ അടുത്ത് പോകരുത്, കുഴപ്പം. കൃഷ്ണൻ പറയുന്നു ഏത് ദൈവത്തിൻ്റെ അടുത്തും പോയിക്കൊള്ളൂ. അതാണ് കൃഷ്ണന്റെ പ്രത്യേകത. കാരണം ഞാനാണെല്ലാം, ഞാനാണ് സകലതും. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. അപ്പോൾ ഭഗവാൻ തൻ്റെ ശിരസിനെ സത്യലോകമാക്കി മാറ്റുകയും അവിടെ ബ്രഹ്മാവായി ഭഗവാൻ തന്നെ ജനിക്കുകയും ഈ ബ്രഹ്മാവിൽ സത്വഗുണവും രജോ ഗുണവും മുന്നിട്ട് നിന്നു, തമോ ഗുണമില്ല. അപ്പൊ സത്വഗുണം അറിവിനെ പ്രകാശിപ്പിക്കുന്നതാണ്, രജോ ഗുണം കർമ്മത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. ബ്രഹ്മാവിൻ്റെ ജോലി സൃഷ്ടി നടത്തുക എന്നുള്ളതാണ്. സൃഷ്ടി നടത്തുന്നതിന് അറിവും വേണം, രജോ ഗുണവും വേണം. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവായി ജനിച്ചപ്പോൾ ഭഗവാനിൽ അറിവിനെ പ്രകാശിപ്പിക്കുന്ന സത്വഗുണവും ഉണ്ടായി, കർമ്മത്തെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രജോ ഗുണവും ഉണ്ടായി എന്നാണ് രണ്ടാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. എന്താണ്? യം ശംസന്തി ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവാത്മകം. യം ഏതൊരുവനെ, ശംസന്തി പ്രശംസിക്കുന്നു, ഹിരണ്യഗർഭം ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, ബ്രഹ്മാവ്, അതേ കണക്ക് സൂക്ഷ്മ ശരീരമുള്ള ആത്മാവ്. മൂന്നർത്ഥമുണ്ട്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അഖിലം എല്ലാം, ത്രൈലോക്യം മൂന്ന് ലോകത്തിലും, ജീവാത്മകം അർദ്ധം രൂപത്തില്. അപ്പൊ എന്താണ് മൂന്നാമത്തെ വരി കൊണ്ട് നമ്മുടെ ഭട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത്? അതായത് സത്യലോകത്തിൽ ഭഗവാൻ ബ്രഹ്മാവായി ജനിച്ചു. അത് നമ്മൾ കണ്ടതാണ്. സത്യലോകത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവായി ജനിച്ചു. അങ്ങനെ സത്യലോകത്ത് ജനിച്ച ഭഗവാനെ ഋഷിമാര് ഹിരണ്യഗർഭ എന്ന് വിളിക്കുന്നു. അതൊരു പ്രശംസയാണ്. ഹിരണ്യഗർഭൻ എന്ന് ഋഷിമാര് പ്രശംസിക്കുകയാണ്. എന്താണ് ഹിരണ്യഗർഭൻ? ബ്രഹ്മാവ്, വിഷ്ണു, സൂക്ഷ്മ ശരീരമുള്ള ആത്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഈ പ്രപഞ്ചത്തിലെ സകലതും അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മരൂപമായി വസിക്കുന്നതും ഈ എന്നിലും നിങ്ങളിലുമെല്ലാം സൂക്ഷ്മരൂപമായി വസിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് ഓരോ പ്രവർത്തികൾ ചെയ്യിപ്പിക്കുന്നതും ആ ഭഗവാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നത്. എന്നിലും സൂക്ഷ്മരൂപത്തിൽ ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പം മിണ്ടാൻ പറ്റുന്നത്, അല്ലേ? എപ്പോഴാണോ എന്നിൽ നിന്ന് ആ സൂക്ഷ്മരൂപത്തിലെ ഭഗവാൻ പുറത്തിറങ്ങുന്നത്, അപ്പോൾ പിന്നെ എന്നെ ആളുകൾ വിളിക്കുന്ന പേര് ശവം, ഇംഗ്ലീഷിൽ ബോഡി. അതല്ലേ? ഭഗവാൻ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേര് പോലും പോയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ മാത്രമേ ദിലീപ് എന്നും മത്തായി എന്നും പിന്നെ മനസ്സിലായില്ലേ, പിന്നെ എന്താണ് ജലീലെന്നും എല്ലാം ഈ ജീവൻ ഉള്ളപ്പോഴേ ഉള്ളൂ. ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോഡി എടുത്തോ, ബോഡി കൊണ്ടുവന്നോ, ബോഡി എപ്പോഴാണ് ദഹിപ്പിക്കുന്നത്? പിന്നെ നമ്മുടെ പേരങ്ങ് പോയി. പിന്നെ നമ്മൾ ഹിന്ദു അല്ല, ക്രിസ്ത്യനല്ല, നമ്മൾ മുസ്ലിമല്ല, ആരുമല്ല. അപ്പോൾ കാരണം നമ്മളിപ്പോൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയിരിക്കുന്നത്, സിനിമാ നടനും ഒക്കെ ആയിരിക്കുന്നത് ഹിരണ്യഗർഭൻ നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മ രൂപത്തിലുള്ളതാണ്. ഈ ഹിരണ്യഗർഭൻ എന്ത് ചെയ്യുന്നു? ത്രൈലോകത്തിന്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ത്രൈലോക്യത്തിൻ്റെ ജീവാത്മാവായി പ്രവർത്തിക്കുന്നു. അപ്പൊ സാധാരണഗതിയിൽ ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ 3 ലോകം. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് 3 ലോകം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വർഗം, മറ്റൊന്ന് ഭൂമി, മറ്റൊന്ന് പാതാളം. പക്ഷേ ഭട്ടതിരിപ്പാട് അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്.
സ്വർഗവും ഭൂമിയും പാതാളവും തന്നെ, പക്ഷെ അതിൽ വേറെ കാര്യങ്ങളുണ്ട്. അതതിൻ്റെ ആന്തര അർത്ഥമാണ്. ഞാൻ നിങ്ങൾക്കത് വ്യക്തമാക്കി പറയാം. അതായത് ഏറ്റവും താഴെയുള്ള ലോകങ്ങളും ഏറ്റവും മുകളിലുള്ള ലോകങ്ങളും, ഏറ്റവും താഴെയുള്ള 7 ലോകങ്ങളെ ചേർത്ത്, ഞാൻ ആദ്യമേ പറഞ്ഞു ഭഗവാൻ വിരാട് രൂപം കൈക്കൊണ്ടപ്പോൾ 17 ലോകങ്ങൾ തൻ്റെ ഓരോ അവയവങ്ങളാക്കി ഭഗവാൻ മാറ്റി. ആ 14 ലോകം, ഈ 14 ലോകങ്ങൾ, ആ 14 ലോകങ്ങളിൽ ഏറ്റവും താഴെയുള്ള 7 ലോകങ്ങളെ ചേർത്താണ് ഭട്ടതിരിപ്പാട് പാതാളം എന്ന് വിളിക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ പാതാളം എന്ന ഒറ്റ ലോകമല്ല. മനസ്സിലായില്ലേ? സാധാരണ നമ്മൾ പഠിച്ചു വന്നേ അങ്ങനെയല്ല. പാതാളം ഒരെണ്ണം, സ്വർഗം ഒരെണ്ണം, ഭൂമി ഒരെണ്ണം, അങ്ങനെ നമ്മൾ പഠിച്ചു. സത്യലോകം ഒരെണ്ണം, അങ്ങനെ ഓരോ ലോകം അല്ലേ, സുതലലോകം, അതലലോകം ഒക്കെ പഠിച്ചു. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് ഏറ്റവും താഴെയുള്ള 7 ലോകങ്ങളെ ചേർത്ത് പാതാളമെന്നും ഏറ്റവും മുകളിലുള്ള 6 ലോകങ്ങളെ ചേർത്താണ് സ്വർഗം. ഇതിൻ്റെ നടുക്കുള്ളതാണ് ഭൂമി. ഇതാണ് ത്രൈലോക്യം. അപ്പം 3 ലോകങ്ങളിലും ഹിരണ്യഗർഭൻ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 14 ലോകങ്ങളിലും ഹിരണ്യഗർഭൻ എന്ന ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ആദ്യം സ്വർണ്ണ നിറത്തിലുള്ള ബ്രഹ്മാണ്ടം ഉണ്ടായി. അത് കാരണജലത്തിൽ 1000 സംവത്സരങ്ങൾ സ്ഥിതി ചെയ്തു. എന്നിട്ടത് പൊട്ടി. ആ പൊട്ടിയപ്പോഴാണ് വിരാട് രൂപം ഉണ്ടായത്. ആ വിരാട് രൂപത്തിൻ്റെ ഓരോ ശരീരഭാഗങ്ങളും, കൈ ഒരു ലോകം, കാലൊരു ലോകം, തുടയൊരു ലോകം, അങ്ങനെ 14 ലോകങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഈ 14 ലോകങ്ങളിലും ശ്രദ്ധിച്ചോട്ടോണം, ആദ്യം വിരാട് രൂപം വന്നപ്പോൾ ഈ വിരാട് രൂപത്തിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും തുല്യമായിരുന്നു. പിന്നീട് അതിന് ഏറ്റക്കുറച്ചിലുണ്ടായി. ഏറ്റക്കുറച്ചിലുണ്ടായപ്പോഴാണ് സൃഷ്ടി തുടങ്ങിയത്. അങ്ങനെ വിരാട് രൂപം എന്തു ചെയ്യുന്നു? ആദ്യം ചെയ്തത് തൻ്റെ ശിരസിനെ ഒരു ലോകമാക്കി മാറ്റി. തൻ്റെ ശിരസിൽ ഒരു ലോകം സൃഷ്ടിച്ചു. അപ്പോൾ സ്വർണമയമായ ബ്രഹ്മാണ്ടം പൊട്ടി പുറത്തു വന്ന് കാരണജലത്തിൽ 10,000 സംവത്സരങ്ങൾ കിടന്നിട്ട് പല സ്വർണമയമായ ബ്രഹ്മാണ്ടം അത് കാരണജലത്തിൽ 10,000 സംവത്സരം കിടന്നിട്ട് പൊട്ടി വിരാട് രൂപം ഉണ്ടായി. ആ വിരാട് രൂപത്തിൽ സത്വരജോ തമോ ഗുണങ്ങൾ വ്യത്യസ്ത അളവിൽ വന്നപ്പോൾ ഭഗവാൻ ആദ്യം ചെയ്തത് എന്തായിരുന്നു? ഭഗവാൻ ആദ്യം ചെയ്തത് തൻ്റെ ശിരസിനെ സത്യലോകമാക്കി മാറ്റി. അവിടെ ബ്രഹ്മാവായി ജനിച്ചു. ആ ബ്രഹ്മാവിനെയാണ് ഋഷിമാര് ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നത്. ഈ ബ്രഹ്മാവ് 3 ലോകത്തിൻ്റെയും അധിപനായി ജീവാത്മാവായി വിലസുന്നു. 3 ലോകം എന്ന് പറഞ്ഞാൽ സ്വർഗം, ഭൂമി, പാതാളം മാത്രമല്ല, താഴെയുള്ള 7 ലോകങ്ങൾ ചേർത്ത പാതാളം, മേളിലുള്ള 6 ലോകങ്ങൾ ചേർത്ത സ്വർഗം, നടുക്കുള്ള ഭൂമി, അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ആകെ ജീവാത്മാവായി വിലസുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഇനി നമുക്ക് അവസാനത്തെ വരിയിലേക്ക് വരാം. എന്താണ്? യോ അഭൂത് സ്ഫീത രജോ വികാര വികസന്നാനാസി സിസൃഷാരസ. അത് ഉച്ചരിക്കാൻ പാടാ, കേട്ടോണം. സിസൃക്ഷാരസ. അഭൂത് ഉണ്ടായി, സ്ഫീത വർദ്ധിച്ചു, വികസിച്ചിട്ട്, രജോവികാരം നമ്മുടെ രജോവികാരം നാന പല വിധത്തിലുള്ള, സിസൃക്ഷാരസ സൃഷ്ടി നടത്തുന്നതിന് ആഗ്രഹമുള്ളവനായി. എന്താണ് 4ാമത്തെ വരിയുടെ അർത്ഥമെന്ന് നമുക്കൊന്ന് നോക്കാം. ഹിരണ്യഗർഭനായിട്ട് ബ്രഹ്മാവ് രൂപം പൂണ്ടതോടുകൂടി, ഹിരണ്യഗർഭനായ ബ്രഹ്മാവായി ഭഗവാൻ ജനിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു? ബ്രഹ്മാവായി മാറിയ ഭഗവാനിൽ രജോ ഗുണം വർദ്ധിച്ചു തുടങ്ങി. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവായിട്ട് സത്യലോകത്ത് ജനിച്ചു. ഹിരണ്യഗർഭൻ എന്ന നാമവും കിട്ടി. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഭഗവാനായ ബ്രഹ്മാവിന് രജോ ഗുണം വർദ്ധിച്ചു തുടങ്ങി.
ആ രജോ ഗുണം കൂടി 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 എന്ത് ചെയ്തു? അതായത് ബ്രഹ്മാവിന് ആകെ 2 ഗുണങ്ങളേ ഉള്ളൂ, തമോ ഗുണമില്ല. ബ്രഹ്മാവിന് സത്വഗുണവും പിന്നെ ആരാണ്? രജോ ഗുണവും. ഈ രജോ ഗുണം കൂടി 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 ഒടുവിൽ സത്വഗുണത്തിൻ്റെ മേളിലായി. അതായത് രജോ ഗുണം ഇപ്പം സത്വഗുണം 60%, രജോ ഗുണം 20% ആയിരുന്നു. അത് കൂടി 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 60-ന് മേളിൽ വന്നിട്ട് ഇപ്പം എന്ത് സംഭവിച്ചു? സത്വഗുണം എന്ന് പറയുന്നത് 60%-ഉം രജോ ഗുണം 100%-ഉമായങ്ങ് മാറി. അതോടുകൂടി എന്താ പറ്റിയതെന്ന് പറഞ്ഞാൽ ഭഗവാന് സൃഷ്ടി നടത്താൻ ആഗ്രഹമുണ്ടായി. കാരണം രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വീര്യമാണ്. നമ്മൾ രജോ ഗുണമുള്ളവരായി പറയുന്നത് ആരെയാണെന്നറിയാവോ? പട്ടാള മേധാവികളെ, പോലീസ് ഓഫീസേഴ്സൊക്കെ രജോ ഗുണമുള്ളവരാണ്. അപ്പോൾ ഈ ഭഗവാനിൽ രജോ ഗുണം വർദ്ധിച്ചപ്പോൾ സൃഷ്ടി നടത്താൻ ഭഗവാൻ ഒരു ആഗ്രഹമുണ്ടായി. പക്ഷെ അവിടെ ഒരു വലിയ പ്രശ്നം നേരിട്ടു. എന്താണ്? രജോ ഗുണം സത്വഗുണത്തേക്കാൾ കൂടിയപ്പോഴാണ് ഭഗവാന് സൃഷ്ടി നടത്താൻ ആഗ്രഹമുണ്ടായത്. അങ്ങനെ ഭഗവാൻ സൃഷ്ടി നടത്താനായിട്ടിരുന്നപ്പോൾ രസകരമായ ഒരു അവസ്ഥയായി. എന്താണ് ആ രസകരമായ അവസ്ഥ? സൃഷ്ടി നടത്തണം, ഓക്കെ, സൃഷ്ടി നടത്താൻ ഭഗവാൻ ഇരിക്കുക. പക്ഷേ എങ്ങനെ സൃഷ്ടി നടത്തണം, എന്തോന്ന് സൃഷ്ടിക്കണമെന്ന് ഭഗവാൻ അറിയാൻ വയ്യ. കണ്ടോ? വളരെ രസകരമായൊരു അവസ്ഥയിൽ ഭഗവാൻ ചെന്ന് പെട്ടത് കണ്ടു. ഭഗവാൻ ബ്രഹ്മാവായി ജനിച്ചു, ഭഗവാനിലെ രജോ ഗുണം വളർന്നു, സത്വഗുണത്തേക്കാൾ രജോ ഗുണമെത്തി. അതോടുകൂടി സൃഷ്ടി നടത്താൻ ആഗ്രഹം വന്നു. ആ സൃഷ്ടി നടത്താൻ ഭഗവാൻ വന്നിരുന്നപ്പം അയ്യോ എന്ത് സൃഷ്ടിക്കണമെന്നറിയാൻ വയ്യ, സൃഷ്ടിക്കേണ്ടത് എങ്ങനെയൊന്നും അറിയാൻ വയ്യ. കാരണം എന്ത് പറ്റി? അറിവ് തരേണ്ടത് സത്വഗുണമാണ്. ആ സത്വഗുണം വന്ന് താഴ്ന്നു പോയി, രജോ ഗുണം വന്നു മുകളിലും വന്നു. അറിവില്ലാതെ എങ്ങനെ സൃഷ്ടി നടത്താൻ പറ്റും? അപ്പൊ സത്വഗുണം താഴ്ന്നു പോയത് കൊണ്ട് ഭഗവാന് സൃഷ്ടി നടത്താൻ വയ്യ. എന്ത് സൃഷ്ടിക്കണമെന്നറിയാൻ വയ്യ, എങ്ങനെ സൃഷ്ടിക്കണമെന്നറിയാൻ വയ്യ. ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന ബ്രഹ്മാവ് വല്ലാത്ത രസകരമായ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു. ഈ പ്രതിസന്ധിയെ ഭഗവാൻ എങ്ങനെ മറികടക്കും? എങ്ങനെ മറികടക്കും ഈ രസകരമായ പ്രതിസന്ധിയെ? സൃഷ്ടിക്കണം, പക്ഷേ അറിവില്ല. എന്ത് സൃഷ്ടിക്കണമെന്ന് അറിയില്ല, എങ്ങനെ സൃഷ്ടിക്കണമെന്ന് അറിയില്ല. നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന ബ്രഹ്മാവ് ഇതിനെ എങ്ങനെ മറികടക്കും? ആ രസകരമായ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും? കാത്തിരിക്കൂ, കാത്തിരിക്കൂ. അടുത്ത തിങ്കളാഴ്ച ഞാൻ വരാം അതിൻ്റെ ഉത്തരവുമായി. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രാം രാസേശ്വരി രാധികായേ സ്വാഹ.